ജനറൽ ആശുപത്രിയിലാണ് ഒരു മാസം മുമ്പ് ദുർഗാകാമിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ആ ശസ്ത്രക്രിയ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ഇൻവോൾവ് ആയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ആ പെൺകുട്ടിയെ 28 ദിവസത്തോളമാണ് എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനിൽ വെച്ചിരുന്നത്. 28. കാരണം ഹൃദയത്തിന്റെ വലിയ ട്യൂബുകൾ ആദ്യം സെൻട്രൽ എക്മോ എന്ന് ഉപയോഗിച്ചു. സെൻട്രൽ എക്മോ എന്ന് പറയുമ്പോൾ ഹൃദയം തുറന്ന് നെഞ്ചുകൂട് തുറന്നിട്ട് അത് ചില പൈപ്പുകളിൽ കൂടെ ഈ ഒരു മെഷീനോട് ഘടിപ്പിക്കുകയും അതിനുശേഷം അത് കുറച്ചുകൂടെ ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെരിഫറൽ എക്മോയിലോട്ട് മാറ്റുകയും ചെയ്തു. 28 ദിവസം ഒരാളെ എക്മോയിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അല്ലാതെ വേറെ എങ്ങും പറ്റുകയില്ല. എക്മോയിലൂടെ പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും സംഭവിക്കാം. ഇൻഫെക്ഷൻസ് ഉണ്ടാകും, കാരണം ബ്ലഡ് മുഴുവൻ വേറെ സർക്യൂട്ടിൽ പോവുകയാണ്. അവിടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ രക്തം കട്ട പിടിക്കാം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ DM പഠിച്ചത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. ആ സമയത്ത് ഞങ്ങൾ ചെന്ന ഉടനെ സമയത്ത് ഒരു കുട്ടി എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ അപൂർവമായ കണ്ടീഷൻ ഉണ്ടായിരുന്നു. എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ ഹൃദയം നെഞ്ചുകൂടിന് പുറത്ത് തള്ളി നിൽക്കുന്ന അവസ്ഥ. നെഞ്ചുകൂടില്ലാത്ത അവസ്ഥ. നെഞ്ചുകൂടില്ലാത്തതുകൊണ്ട് തന്നെ ഹൃദയം പുറത്തോട്ട് നിൽക്കുന്നു. ആ കുട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ സർജറി ചെയ്തിട്ടും കുട്ടി മരിച്ചു ഇൻഫെക്ഷൻ മൂലം. ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു തുവാലയിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ്. എങ്ങനെയെന്നറിയാമോ? ആ കുട്ടി ജനിച്ചത് 2000 കിലോമീറ്റർ ദൂരെയുള്ള ബീഹാറിലെ കുഗ്രാമത്തിൽ. ആ കുഗ്രാമത്തിൽ നിന്ന് അവർ യാതൊരു ചികിത്സാ സംവിധാനവും ഇല്ലാത്തപ്പോൾ ആ കുട്ടിയെ അതിന്റെ മാതാപിതാക്കൾ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റി ഡൽഹിയിൽ എത്തിക്കുന്നു. ഡൽഹിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ആകാംക്ഷ പോലെ തന്നെ എല്ലാവരുടെയും ആകാംക്ഷയായിരുന്നു ആ കുട്ടി. ഒരു ഹൃദയം പുറത്തു നിന്ന് ഇടിക്കുന്ന കുട്ടി, ആ കുട്ടിയെ കാണാനായിട്ട് ആ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഈ ട്രെയിൻ എവിടെയൊക്കെ നിർത്തിയോ അവിടുന്നൊക്കെ ആളുകൾ കയറി വന്നു. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. ഡോക്ടർ ജോ ജോസഫ്, അത് പറയാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നിരുത്തരവാദിത്തപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോകുന്നത് യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് വന്നിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടൊരു കേസാണ്. അങ്ങനെയുള്ളപ്പോൾ അത് എവിടെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് നടപടികൾ എടുക്കുകയാണ് വേണ്ടിയിരുന്നത്. ആ പ്രസ്താവന തീർച്ചയായിട്ടും മെഡിക്കൽ ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ല. കാരണം എപ്പോഴും ജീവനെ സംരക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കുന്നവരാണ്, വേദന കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. നിരന്തരം ഇതിന്റെ മൂലം ഒരു വേദനയുള്ള ഒരാളെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി പോയതിന്റെ യാതൊരു സംശയമില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ WHO ഒക്കെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ താങ്കൾ ഒരു സി എന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ WHO മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണോ സാധാരണഗതിയിൽ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ നടത്താറുള്ളത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ആർട്ടറി ഫോർസെപ്സ് അല്ലേ? അതെ. കാരണം വെച്ചാൽ ചില സ്പെഷ്യാലിറ്റീസ് കൂടുതലായിട്ട് വൾണറബിൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഏതൊരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഏറ്റവും അധികം കൂടുതൽ സാധ്യതയുള്ളത് സർജിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ സർജറിയുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ. ഒന്ന് ഗൈനക്കോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി. ഇവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടറി ഫോർസെപ്സ് അല്ലെങ്കിൽ ഗോസുകൾ, മോപ്സുകൾ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രോട്ടോകോൾസും ഉണ്ട്. അത് ചെയ്യുന്ന സർജൻ, അനസ്തേഷിച്ച്, സ്ക്രാപ്പ് നഴ്സ്, ഫ്ലോർ നഴ്സ് എല്ലാം കൃത്യമായി വെരിഫൈ ചെയ്ത് എല്ലാവരും ഒപ്പിട്ടിട്ടുള്ള ഒരു പ്രോട്ടോകോൾ സിസ്റ്റംസ് ഉണ്ട്. അവിടെ പല കാരണങ്ങളാൽ ഒരുപക്ഷെ ആ പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങും നടക്കാത്തതായിട്ട് കരുതുകയേ വേണ്ട. മനസ്സിലായി? തീർച്ചയായിട്ടും വളരെ അപൂർവമായി നടക്കുന്നതുമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം 11 കോടി ജനങ്ങൾ OP ബേസിസിൽ ചികിത്സ എടുക്കുന്നു. 7.5 ലക്ഷത്തോളം IP പേഷ്യൻസ്, 2.5 ലക്ഷത്തോളം മേജർ ഓപ്പറേഷൻസ് ഓരോ വർഷവും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ മാത്രം നടക്കുകയാണ്. ആ സെക്ടർ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അപൂർവമായി ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതിന് യാതൊരു സംശയവും. ലിസിയൊക്കെ അല്ലെങ്കിൽ താങ്കൾ എന്ന ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ഒക്കെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ്. നോക്കൂ, ഇതിപ്പോ ജനറൽ ആശുപത്രികൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളെപ്പോഴും സിസ്റ്റത്തിന്റെ ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതേസമയം ഈ സിസ്റ്റം എത്രമാത്രം എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ ഈ സിസ്റ്റം എത്രമാത്രം ഇൻക്ലൂസീവ് ആണ് ഞാൻ പറയും.
കാരണം ജനറൽ ആശുപത്രിയിലാണ് ഒരു മാസം മുമ്പ് ദുർഗാകാമിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ആ ശസ്ത്രക്രിയ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ഇൻവോൾവ് ആയ ഒരാളെന്ന ഞാൻ പറയുകയാണ്. ആ പെൺകുട്ടിയെ 28 ദിവസത്തോളമാണ് എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനിൽ വെച്ചിരുന്നത്. 28. കാരണം ഹൃദയത്തിന്റെ വലിയ ട്യൂബുകൾ ആദ്യം സെൻട്രൽ എക്മോ എന്ന് ഉപയോഗിച്ചു. സെൻട്രൽ എക്മോ എന്ന് പറയുമ്പോൾ ഹൃദയം തുറന്ന് നെഞ്ചുകൂട് തുറന്നിട്ട് അത് ചില പൈപ്പുകളിൽ കൂടെ ഈ ഒരു മെഷീനോട് ഘടിപ്പിക്കുകയും അതിനുശേഷം അത് കുറച്ചുകൂടെ ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെരിഫറൽ എക്മോയോട് മാറ്റുകയും ചെയ്തു. 28 ദിവസം ഒരാളെ എക്മോയിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ അല്ലാതെ വേറെ എങ്ങും പറ്റുകയില്ല. എക്മോയിലൂടെ പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും സംഭവിക്കാം. ഇൻഫെക്ഷൻസ് ഉണ്ടാകും, കാരണം ബ്ലഡ് മുഴുവൻ വേറെ സർക്യൂട്ടിൽ പോവുകയാണ്. അവിടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ രക്തം കട്ട പിടിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സർക്യൂട്ട് ചേഞ്ച് പോലും ഇല്ലാതെ 28 ദിവസം ആ കുട്ടിയെ അവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ചികിത്സിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ഒരു സംശയവുമില്ല. ഞാൻ രണ്ടാമത് വേർഡ് ഉപയോഗിച്ചു, സിസ്റ്റത്തിന്റെ ഇൻക്ലൂസിവിറ്റി. ഒന്നാലോചിച്ച് നോക്കുക, ടീച്ചറിന് ഏറ്റവും അടുത്ത ഹൃദയത്തിന് ചേർന്ന പദ്ധതിയായിരിക്കും ഹൃദയം പദ്ധതിയിൽ നമ്മൾ ഉത്തർപ്രദേശുകാരായ ഒരു അതിഥി തൊഴിലാളിയുടെ കുട്ടിക്ക് ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന രോഗം വന്നു. നമ്മൾ എന്താ ചെയ്തത്? ആ കുട്ടിയെ ഹൃദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ DM പഠിച്ചത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. ആ സമയത്ത് ഞങ്ങൾ ചെന്ന ഉടനെ സമയത്ത് ഒരു കുട്ടി എക്ടോപ്പിയ കോഡിസ് എന്ന് പറഞ്ഞാൽ അപൂർവമായ കണ്ടീഷൻ ഉണ്ടായിരുന്നു. എക്ടോപ്പിയ കോഡിസ് എന്ന് ഹൃദയം നെഞ്ചുകൂടിന് പുറത്ത് തള്ളി നിൽക്കുന്ന അവസ്ഥ, നെഞ്ചുകൂടില്ലാത്തതുകൊണ്ട് തന്നെ ഹൃദയം പുറത്തോട്ട് നിൽക്കുന്നു. ആ കുട്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ സർജറി ചെയ്തിട്ടും കുട്ടി മരിച്ചു ഇൻഫെക്ഷൻ മൂലം. ഇൻഫെക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു തുവാലയിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ്. എങ്ങനെയെന്നറിയാമോ? ആ കുട്ടി ജനിച്ചത് 2000 കിലോമീറ്റർ ദൂരെയുള്ള ബീഹാറിലെ കുഗ്രാമത്തിൽ. ആ കുഗ്രാമത്തിൽ നിന്ന് അവർ യാതൊരു ചികിത്സാ സംവിധാനവും ഇല്ലാത്തപ്പോൾ ആ കുട്ടിയെ അതിന്റെ മാതാപിതാക്കൾ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റി ഡൽഹിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ആകാംക്ഷ പോലെ തന്നെ എല്ലാവരുടെയും ആകാംക്ഷയായിരുന്നു ആ കുട്ടി ഒരു ഹൃദയം പുറത്തു നിന്ന് ഇടിക്കുന്ന കുട്ടി. ആ കുട്ടിയെ കാണാനായിട്ട് ആ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഈ ട്രെയിൻ എവിടെയൊക്കെ നിർത്തിയോ അവിടെ നിന്നൊക്കെ ആളുകൾ കയറി വന്നു. ആ ജാളിത മറക്കായിട്ട് ആ ഫാദർ തൻ്റെ ഒരു തുവാല എടുത്ത് ആ കുട്ടിയെ മൂടി, ഹൃദയത്തെ മൂടി. ആ ഹൃദയത്തിൽ നിന്ന് ഈ തുവാലയിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടിയാണ് ആ കുട്ടി മരിച്ചത്. നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റും. നമ്മൾക്കൊരു കുട്ടിയെ ഒരു അസുഖമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആംബുലൻസിന്റെ നമ്പർ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പിൽ വരുന്നു. നമ്മളൊരു ഗ്രീൻ ചാനൽ ഒരുക്കി നമ്മൾ ഏറ്റവും മികച്ച സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലേ? വേറെ എങ്ങും ആലോചിക്കാൻ പറ്റാത്ത സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. സിസ്റ്റം എഫിഷ്യൻ്റ് ആണ്, സിസ്റ്റം ഇൻക്ലൂസീവാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ തകർക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. ഡോക്ടറെ, നോക്കൂ, ഞാൻ ഇന്നിപ്പോ നമ്മുടെ ഇതിനകത്ത് നോക്കിയപ്പോ, ജെമിനിയിൽ നോക്കിയപ്പോ ഇവിടെ വന്നിട്ടുള്ള നിക്ഷേപത്തിന്റെ കണക്ക് അവർക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റ അനുസരിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. KKR, അതായത് കോൾബർഗ് കേവിസ് അവാർഡ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ഥാനമായുള്ള വമ്പൻ നിക്ഷേപ കമ്പനി BMH ഏതാണ്ട് 2000 മുതൽ 2500 കോടി രൂപ, അങ്ങനെ 70% KKR വാങ്ങിയെടുത്തിരിക്കുന്നു. മൈത്രയിൽ, അതേ കോഴിക്കോട് തന്നെ മൈത്രയിൽ 1200 കോടി. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി 3300-3500 കോടി ഉപയോഗിച്ച് തിരുവനന്തപുരം കിംസിന്റെ ഓഹരി വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. TPG ഗ്രോത്തും വലിയ തോതിൽ കിംസ് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആസ്റ്റർ ഗ്രൂപ്പ് തന്നെ 2600 കോടിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് ആശുപത്രി നടത്തുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ടീച്ചറോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഇവരൊന്നും ഹോസ്പിറ്റൽ നടത്തുന്നവരല്ല. നോക്കൂ, ഇന്നിപ്പോൾ ഡോക്ടർ സുൽഫിനു അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് ഈ വലിയ ആശുപത്രികളിൽ 65% കിടക്കകൾ വർദ്ധിച്ചു, എന്നാൽ 500-ലധികം ചെറുകിട ആശുപത്രികൾ പൂട്ടുകയും ചെയ്തു. എന്താണ് അതിന്റെ ശാസ്ത്രം? തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രമാത്രം മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രോഗാതുരത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്.
കാരണം പ്രത്യേകിച്ച് ലോങ് ടൈം ട്രീറ്റ്മെന്റ് വേണ്ട അസുഖങ്ങൾ. ഒന്ന്, ഒരു ഹൃദ്രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ട്രീറ്റ്മെന്റ് വേണം. രണ്ടാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ്. എന്താ ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രശ്നം? ക്യാൻസർ ട്രീറ്റ്മെന്റ് പണ്ടത്തേക്കാൾ ഏറെ കോസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ കീമോതെറാപ്പി എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ ബയോളജിക്കുകളുടെ ഒരു കാലഘട്ടമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് പേഴ്സണലൈസ്ഡ് മെഡിസിൻസിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചികിത്സാ ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്ത്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന ആളുകൾ കൂടി വരുന്നു. ഇങ്ങനെ ഹൃദ്രോഗവും ക്യാൻസറും കൂടി വരുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. എനിക്ക് ഡോക്ടർ വിശദീകരിക്കുന്നതിനിടയിൽ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും ഇത് ഇവർക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിലാണെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമോ, അതോ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുള്ള ആളുകളെ തന്നെ ഇവർ ഷഫിൾ ചെയ്തെടുക്കുകയാണോ? ഈ 500 ആശുപത്രി, ചെറുകിട ആശുപത്രികൾ പൂട്ടുന്നു, എന്നിട്ട് അത് വൻകിട ആശുപത്രികളിലേക്ക് വരുന്നു, ഒരു ബെഡിന് ഇത്ര എന്നുള്ള നിലയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണോ? ചെറിയ ആശുപത്രികൾ പൂട്ടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ബെറ്ററായി വരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലായിടത്തോട്ടും വളരെ ഈസി ആയിട്ട് അക്സസിബിൾ ആയിട്ടുള്ള മൾട്ടി സ്കെയർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവിടെയാണ്. അതായത് ഇപ്പൊ നോക്കൂ, ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിനാഷണൽസ് വരുമ്പോ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സ്വകാര്യ കുത്തകൾ വരുമ്പോ പിടിച്ചു നിൽക്കാനാകുന്നില്ല. കാരണം എന്റെ ഇൻഫ്രാസ്ട്രക്ചർ പോരാ. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ മെഡിക്കൽ രംഗത്ത് നടക്കുന്നത്. ഡോക്ടർമാർ നടത്തുന്ന ഈ ആശുപത്രികളെല്ലാം പൂട്ടിയിട്ടില്ലേ? പണ്ട് നമ്മുടെ തൊട്ടടുത്ത ഒരു ആശുപത്രിയിൽ, ചെറിയൊരു ഹോസ്പിറ്റലിൽ പനിക്കും ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ധാരാളം ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോയി. കാരണം നിങ്ങൾക്ക് ഒരു 5-10 കിലോമീറ്ററിനടുത്ത് നല്ലൊരു പൊതുജനാരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ കാണുന്നുണ്ട്. അവിടെ ഉള്ളപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ വളരെ ഈസി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് പേഷ്യൻസ് കൂടുന്നു. കാരണം സ്വാഭാവികമായിട്ടും ആളുകളുടെ പണലഭ്യത കൂടുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് കൂടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഈ പറയുന്ന ആരോഗ്യ മേഖല കുറച്ചും കൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുകയും അവിടെ ഒരു ലാഭത്തിലുള്ള സാധ്യത കൂടുതൽ വരികയും. യെസ്, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ക്യാൻസർ എന്നതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മാത്രം മതി. കാരണം ബയോളജിക്കൽസോട് പോയിക്കൊണ്ടിരിക്കുന്നു. ബയോളജിക്കൽസ് ആണ് ഇപ്പോൾ. കാരണം ക്യാൻസറിന് എപ്പോഴും ഒരു ഫൈറ്റ് തോൽപ്പിക്കുക എന്നുള്ളതാണ് ക്യാൻസർ ലക്ഷ്യം. പല കാര്യങ്ങളും പലപ്പോഴും സാധിക്കാറുമില്ല. പക്ഷെ എങ്കിലും ഒരു യുദ്ധം വരുമ്പോൾ നമ്മൾ എന്ത് ശക്തിയും എടുത്ത് നേരിടണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ക്യാൻസറിന്റെ കാര്യത്തിലും അതൊരു യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തോൽപ്പിക്കാൻ എത്രമാത്രം പൈസ മുടക്കാനും ആളുകൾക്ക് തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ബയോളജിക്കൽസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റ് കൂടുകയും അത് ഒരു ലാഭത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പണ്ട് CML എന്ന് പറയുന്ന ഒരു ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു മെഡിസിൻ ഉണ്ടാക്കിയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പേറ്റന്റ് അവർ മാറ്റിയില്ല. അവർ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് എവർഗ്രീനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. എവർഗ്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ആ എവർഗ്രീനിങ് പ്രോസസ്സ് കൂടെ കോസ്റ്റ് ഇപ്പോഴും ഭയങ്കരമായിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ആ മോളിക്യൂള് പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നില്ല. ഇതാണ് ക്യാൻസർ തെറാപ്പിയിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്ക് ആ പേറ്റന്റ് മാറുന്നില്ല, പേറ്റന്റ് വേറൊരു പേറ്റന്റായി മാറുന്നു. പേറ്റന്റായി മാറിക്കഴിയുമ്പോഴത്തേക്ക് വളരെ ഹൈ കോസ്റ്റ് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസർ ആയിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വേണ്ടി വരുന്ന ഒരു. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ ചെറിയ സ്വകാര്യ ആശുപത്രികൾ പൂട്ടിപ്പോകുന്നു, എന്നിട്ട് വൻകിട ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിക്കുന്നു. അപ്പൊ ചെറുകിട ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു മിനിമം പൈസ കൊടുത്താൽ മതിയല്ലോ. അറിയുന്ന ഡോക്ടർമാരായിരിക്കും, പിന്നെ മിനിമം പണം കൊടുത്താൽ അതിനകത്ത് ചികിത്സ കിട്ടും. വലിയ ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ റേറ്റ് കൂടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അപ്പൊ ആ നിലയിൽ ആളുകൾക്ക് ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്ത് എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആളുകൾക്ക് അവരുടെ കീശ കീറുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുന്നു എന്നതാണ്. രണ്ടാമത്തേത് വിശ്വാസ്യതയുടെ പ്രശ്നം. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശസ്ത്രക്രിയയിലും ഒരു കത്രിക വെച്ച് തരും എന്നുള്ള സ്വാഭാവികമായ ആളുകൾ കാരണം അത്രയും വലിയ പ്രമാദമായ വിധത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, പ്രസവം കേരളത്തിന് വലിയൊരു മാർക്കറ്റാണ് അല്ലേ?
ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ പൊതുമേഖലയാണ് ആശ്രയിക്കുന്നത്. ഇതൊക്കെ സ്വകാര്യ ആശുപത്രിക്ക് കിട്ടിയാലേ ഈ 6000 കോടി മുതലാവുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ വിശ്വാസ്യത പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, കാരണം ഇങ്ങനെ വിദേശ മൂലധനം ശക്തികൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോലും ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്റെ വ്യക്തിപരമായ ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം വെച്ചാൽ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കാണുകയാണെങ്കിൽ 2016 ഞങ്ങളുടെ സൊസൈറ്റി, കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ ഒരു പഠനം നടത്തി. ആ പഠനത്തിനകത്ത് അന്ന് ഏകദേശം 100ഓളം കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. 90-100 ഇടയ്ക്ക് കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. അന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ചികിത്സയായുള്ള പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി 75% ആളുകൾക്ക് 1 മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ 2026 വന്നപ്പോഴത്തെ ഏകദേശം 150ഓളം കാത്ത് ലാബുകൾ ആവുകയും ഈ ചികിത്സ ഏകദേശം 95% ആളുകൾക്കും ലഭ്യമാവും. ഇത് 95% ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, മേജർ അറ്റാക്ക് ഉണ്ടായി 90% ആളുകൾക്കും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയുടെ ഇതുമായിട്ട് ഒപ്പമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഏത് താഴെത്തലയിലേക്ക് താലൂക്ക് ഹോസ്പിറ്റൽ വരെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ സംവിധാനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് 95% ആളുകൾക്കും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആശുപത്രി, അതിൽ തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാകും, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാകും, അതിനകത്ത് തന്നെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകും, താലൂക്ക് ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. ഇത് സ്കാൻഡിനേവിയൻ കൺട്രിയിൽ ഒരു സൂചകങ്ങൾക്കൊപ്പമാണ്, വേറെ എങ്ങുമില്ല. അടുത്തൊരു കഥ പറയാം. ഇനി ഈ നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അല്ല, 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 4ാം സ്ഥാനവും പോലും ഒരുപക്ഷെ ഈ കേരളത്തിലെ ഒരു ജനറൽ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനായിരിക്കും. അതിനുശേഷം മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്ഥാനമുള്ളൂ. ഇന്ത്യയിൽ തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന 2 മെഡിക്കൽ കോളേജുകൾ, ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമാണ്. അതാണ് വസ്തുതകൾ.